എവിടെയോ പറഞ്ഞത് കേട്ടൊരു കഥയാണ്. ഒരിക്കലൊരു രാജാവ് തൻ്റെ രാജ്യത്തുള്ള ഏറ്റവും വലിയ ചിത്രകാരനെ വിളിച്ചിട്ട് പറഞ്ഞു, ലോകത്തിലെ അത്യാപൂർവമായി കാണുന്ന ഒരിനം പക്ഷിയുടെ ചിത്രം വരക്കാൻ. ജോലി അദ്ദേഹത്തെ ഏൽപ്പിച്ചു. കുറച്ചു മാസങ്ങൾക്ക് ശേഷം തൻ്റെ അനുയായികളെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അയച്ചു, ചിത്രം വര എന്തായി എന്നറിയാൻ. അനുയായികൾ തിരിച്ചു വന്നു, പ്രഭു, ചിത്രം വര ഇനിയും ഒന്നുമായിട്ടില്ല, അദ്ദേഹം ഇപ്പോഴും ക്യാൻവാസുമായി ഇരിക്കുകയാണ് എന്ന്. അപ്പോൾ രാജാവ് തൻ്റെ പരിപാലകനുമായി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് ഇപ്പോഴും ചിത്രം വര തുടങ്ങാത്തത് എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പ്രഭു, ഒരു നിമിഷം കാത്തിരിക്കും. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അതിമനോഹരമായ ചിത്രം ആ ഒരു ചിത്രകാരൻ വരച്ചു. രാജാവ് അമ്പരന്നു പോയി. എന്നിട്ട് രാജാവ് ചോദിച്ചു, ഇത് ഇത്ര എളുപ്പമായിരുന്നെങ്കിൽ നീ എന്തുകൊണ്ടാണ് ഇത് മുമ്പേ വരക്കാത്തത് എന്ന്. അപ്പോൾ അദ്ദേഹം രാജാവിന് ഒരു മുറി കാണിച്ചു കൊടുത്തു. ആ മുറിയിലുണ്ടായിരുന്നത് ഈ ഒരു പക്ഷിയുടെ പല ഭാഗങ്ങളുമായിരുന്നു. എന്നിട്ട് പറഞ്ഞു, പ്രഭു, ഞാൻ ഇത്രയും നാൾ പരിശ്രമത്തിലായിരുന്നു, പക്ഷേ ആളുകൾക്ക് ഒരിക്കലും അത് കാണാൻ സാധിക്കുന്നില്ല. എൻ്റെ കഠിനാധ്വാനത്തിൻ്റെയും എൻ്റെ പരിശ്രമത്തിൻ്റെയും ഫലമാണ് ഞാൻ വരച്ച ആ ഒരു മനോഹരമായ ചിത്രമെന്ന്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ എന്തും പറഞ്ഞുകൊള്ളട്ടെ, നമ്മൾ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക. പരിശ്രമിക്കുന്നവർക്ക് മാത്രമേ വിജയമുള്ളൂ. തോൽവിയാണ് നമ്മളെ തളർത്തുന്നത്. തോറ്റുപോകുമോ എന്ന പേടിയാണ് നമ്മളെ ഇല്ലാതാക്കുന്നത്. തോറ്റുപൊക്കോട്ടെ, പക്ഷെ പരിശ്രമിക്കാതിരിക്കരുത്. വീണുപൊക്കോട്ടെ, പക്ഷേ എണീക്കാതിരിക്കരുത്. കാരണം തോൽവിയും ജയവും നമ്മളുടെ കൈകളിലാണ്. നീ തീരുമാനിക്കണം നിന്റെ ജയം, കാരണം നിന്റെ തോൽവി നിന്റെ കൈകളിലാണ്. ജയിച്ചവർക്കെല്ലാം ഒറ്റയ്ക്ക് നിന്ന് പോരാടിയതിൻ്റെ കഥകൾ പറയാനുണ്ടാകും. എന്നാൽ നിനക്കോ? നിന്റെ യുദ്ധത്തിൽ നിന്നെ രക്ഷിക്കാൻ ആർക്കും സാധിക്കില്ല. തിങ്ക് അബൌട്ട് ഇറ്റ്.